അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പറഞ്ഞു നിർത്തിയത് സെറ്റ് എന്താണ്? സെറ്റ് എന്ന് പറയുന്നത് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളുടെ കൂട്ടം ആണ് സെറ്റ്. വ്യക്തമായി നിർവചിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലിമെന്റ് ആ ഒരു സെറ്റിലുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കണം. അങ്ങനെയുള്ളപ്പോഴാണ് അത് സെറ്റ് ആവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഇംഗ്ലീഷ് ആൽഫബറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ സെറ്റ് നമ്മൾ രണ്ട് രീതിയിൽ എഴുതും. പട്ടികാരീതി പിന്നെ നിബന്ധന രീതി. പട്ടികാരീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിന്റെ ഉള്ളില്, അതായത് ബ്രേസസിന്റെ ഉള്ളില് നമ്മൾ ഓരോ എലിമെന്റും കോമ വഴി സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏത് പട്ടികാരീതി എന്ന് പറയുന്നത്. നിബന്ധന രീതി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ് ഏത് നിബന്ധന രീതി എന്ന് പറയുന്നത്. അപ്പൊ എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ, അല്ലെങ്കിൽ എക്സ് ഒരു ഇരട്ട സംഖ്യ, അല്ലെങ്കിൽ എക്സ് ഒരു ഒറ്റ സംഖ്യ, അല്ലെങ്കിൽ എക്സ് ഒരു അഭാജ്യ സംഖ്യ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ നിബന്ധനയായിട്ടാണ് എഴുതുന്നത്. കാരണം നമുക്ക് രണ്ട് തരത്തിലാണ് എഴുതാൻ സാധിക്കുന്നത്, പട്ടിക രീതിയും നിബന്ധന രീതിയും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു സെറ്റില് ഒരു അംഗം പോലും ഇല്ല എങ്കിൽ അതിനെ ശൂന്യഗണം എന്ന് പറയും. ഒരു സെറ്റില് ഒരു അംഗം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ എന്ത് പറയും? ഏകാംഗ ഗണം എന്ന് പറയും. അപ്പൊ സെറ്റ് ഫൈ എന്ന് പറയുന്നത് ശൂന്യഗണത്തെ സൂചിപ്പിക്കാനാണ്. പക്ഷെ സെറ്റ് ഫൈ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഒരു ശൂന്യഗണമായിട്ട് കണക്കാക്കുകയില്ല. ഇത് ഏകാംഗ ഗണാണ്. ഗണത്തിലെ ഒരു എലിമെന്റ് ആണ് ഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എ ഈക്വൽ ടു സെറ്റ് ഫൈ എന്ന് പറഞ്ഞ ഒരു ഗണം എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇത് ഏകാംഗ ഗണമാണ് എന്നാണ് പറയുക. അത് ശൂന്യഗണമല്ല. കാരണം ഫൈ എന്നുള്ളത് ഈ ഒരു സെറ്റിലെ എലിമെന്റ് ആണ്. സെറ്റിലെ എലിമെന്റ് ആണോ നോക്കാൻ വേണ്ടി ഈ രണ്ട് ബ്രേസസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും. നമ്മൾ മാറ്റി നിർത്തി ഏതെങ്കിലും എലിമെന്റ് ഉണ്ടോ നോക്കുക. അപ്പൊ ശൂന്യഗണം എങ്ങനെ എഴുതണത്? ഇങ്ങനെ എഴുതണം. ശൂന്യഗണം എന്ന് പറയണത് ഇങ്ങനെ എഴുതണം. അല്ലെങ്കിൽ ഫൈ എന്ന് എഴുതിയാലും ശൂന്യഗണം എന്ന് പറയും. പക്ഷെ സെറ്റിന്റെ ഉള്ളില് ഈ ഫൈ എഴുതിയാ അത് ശൂന്യഗണം എന്ന് പറയില്ല, അത് ഏകാംഗ ഗണമാണ്. ഇത്രയും ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഗണങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി തുല്യ ഗണം. അപ്പം നമ്മൾ പറഞ്ഞു ഗണം എഴുതുമ്പോൾ നമ്മൾ പട്ടിക രീതിയിൽ എഴുതുമ്പോൾ ഈ ബ്രേസസിന്റെ ഉള്ളിൽ കോമ വഴി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഏത് എഴുതണത്? എലിമെന്റ്സ്, അതായത് അംഗങ്ങൾ എഴുതണത്. അപ്പോൾ ഇങ്ങനെ രണ്ട് സെറ്റുകൾ, ഇപ്പോൾ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ ലെസ് ദാൻ 3 എന്ന് പറഞ്ഞത്, അതായത് നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യകളിൽ ലെസ് ദാൻ 3 ആയിട്ടുള്ള നമ്പേഴ്സ്, അതായത് എങ്ങനെ എഴുതുക? 1ഉം 2ഉം മാത്രം, അല്ലെ? ലെസ് ദാൻ 3 ആണ്. ലെസ് ദാൻ ഒരു ഈക്വൽ ടു ആണ് വെച്ചെങ്കിലാണ് 3യും കൂടി കൂട്ടുക. ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ 1ഉം 2ഉം മാത്രമാണ് എഴുതുക. ഇനി അടുത്ത സെറ്റ് നോക്കൂ. അപ്പൊ എ ഈക്വൽ ടു പട്ടിക രീതിയിൽ എഴുതുമ്പോ എങ്ങനെ വരും? എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 എന്ന് പറയും. ഇനി ബി എന്ന് പറയുന്നത് സെറ്റ് എങ്ങനെ എഴുതുക? ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, അതായത് റിയൽ നമ്പറിലെ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോ എങ്ങനെയാണ്? ഇതിന് എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 1ഉം എന്ന് എഴുതാം, അല്ലെ? അതായത് കൂട്ടിയാൽ -3 വരണം. -2ഉം -1ഉം കൂടി കൂട്ടിയാൽ -3 വന്നു. -2ഉം -1ഉം കൂടി ഗുണിച്ചാൽ എന്ത് വരും? 2 എന്ന് വരും, അല്ലെ? അപ്പൊ ഗുണിച്ചാൽ 2 വരണതും കൂട്ടിയാൽ -3 വരുന്നതും ആയിട്ടുള്ള സംഖ്യകളാണ് ഞാൻ നോക്കിയത്. അപ്പൊ x - 2 ഇൻറ്റു x - 1 എന്ന് വരുന്നു. അപ്പൊ എക്സിന് വാല്യൂസ് ഏതൊക്കെ വരും? 1ഉം 2ഉം ആണ് വരിക. അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റ് എന്ത് വരും? ബി എന്ന് പറയുന്ന സെറ്റ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 എന്ന് വരും. ആദ്യത്തേത് എന്താണ്? എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2. അതായത് ഈ സെറ്റിലെ അംഗങ്ങൾ ഒരേ അംഗങ്ങളാണ്, അല്ലെ? ഇങ്ങനെയുള്ള സെറ്റ് അപ്പൊ എ ഈക്വൽ ടു ബി എന്ന് പറയാം. അതായത് എയും ബിയും തുല്യ ഗണങ്ങളാണെന്ന് പറയാം. രണ്ട് ഗണങ്ങളിലെ അംഗങ്ങൾ ഒരേപോലെ ആയാലാണ് അത്തരം ഗണങ്ങളെയാണ് തുല്യ ഗണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്?
ഈ എ എന്നുള്ള ഗണം ബി എന്നുള്ള ഗണം തുല്യമാണെങ്കിൽ അതിലുള്ള എലിമെന്റ്സ്, അതിലുള്ള അംഗങ്ങൾ ഒരേപോലെ ആയിരിക്കണം എങ്കിൽ മാത്രമേ. പക്ഷെ ഇതിപ്പം നമ്മൾ ബി എന്നുള്ളത് 2 1 എന്ന് എഴുതിയാലും അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ എന്ത് വരണം, ഈ എലിമെന്റ്സ് നമ്മളുടെ ഈ ബി എന്നുള്ളതിൽ ഉണ്ടാവണം. അങ്ങനെ ആവുമ്പോ എ ഈക്വൽ ടു ബി എന്ന് പറയാം. ഇപ്പൊ എ ഈക്വൽ ടു 1 2ഉം ബി ഈക്വൽ ടു 2 1ഉം ആണോ വെച്ചാൽ അത് ഈക്വൽ ആണോ ചോദിച്ചാ, തുല്യഗണമാണോ എന്ന് ചോദിച്ചാ ആണ്. അപ്പൊ എ ഈക്വൽ ടു ബി ആണ്, കാരണം ഇതിലുള്ള എല്ലാ അംഗങ്ങളും ഇതിലുമുണ്ട്. അപ്പൊ നമുക്ക് പറയാം രണ്ട് ഗണങ്ങളിലെ അംഗങ്ങൾ ഒരേപോലെയായാൽ അത്തരം ഗണങ്ങളെയാണ് തുല്യഗണങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. തുല്യഗണങ്ങളായി വരുന്ന ജോഡികൾ കണ്ടുപിടിച്ച് എഴുതുക. നോക്കൂ, എ എന്നുള്ള സെറ്റ് എന്താണ്? എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 0 എന്നുള്ളതാണ്. ഇനി ബി എന്നുള്ള സെറ്റ് എന്താ പറഞ്ഞേക്കണേ? എക്സ് ഗ്രേറ്റർ ദാൻ 15, എക്സ് ലെസ് ദാൻ 5. എക്സ് 15-നേക്കാട്ടും കൂടുതലും എക്സ് 5-നേക്കാട്ടും ചെറുതുമായിട്ടുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സെറ്റ് ഒന്നുമില്ല അല്ലെ? ഈ സെറ്റില് അംഗങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് വരുമ്പോ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോ എന്ത് വരും? അപ്പോ നെക്സ്റ്റ് എന്താണ് വരുന്നത്? എക്സ് ഗ്രേറ്റർ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് 5 0 ആണ് വെച്ചെങ്കിൽ എക്സ് എന്ത് വരും? 5 എന്ന് വരും അല്ലെ? അപ്പൊ ആ സെറ്റ് എന്താണ്? സെറ്റ് 5 എന്ന് മാത്രമാണ്. അപ്പൊ സി എന്നുള്ള സെറ്റ് എന്താണ്? സി ഈക്വൽ ടു സെറ്റ് 5. ഇനി ഡി എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 25. എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 ആണ്. അത് ഏതൊക്കെ വരും? എക്സ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 5 എന്ന് വരും അല്ലെ? അപ്പൊ സെറ്റ് എങ്ങനെ എഴുതാ? ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 5 മൈനസ് 5 അല്ലെ? മൈനസ് 5 വരും. ഇനി ഇ എന്താ വരിക നോക്കൂ. ഇ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 ഈക്വൽ ടു 0 എന്ന സമവാക്യത്തിന്റെ പൂർണ്ണ അതിസംഖ്യാ പരിഹാരം. പൂർണ്ണ അതിസംഖ്യാ പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പോസിറ്റീവ് മാത്രമേ എടുക്കണുള്ളൂ അല്ലെ? അപ്പൊ എക്സ് മൈനസ് 3 ഇൻറ്റു ഏത് വരും? ഇവിടെ എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 3 ആയിട്ട് വരില്ലേ? നോക്കൂ, മൈനസ് 5ഉം പ്ലസ് 3യും കൂടി കൂട്ടിയ മൈനസ് 2 വരണം. മൈനസ് 5 ഇൻറ്റു പ്ലസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 15 വരും. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ത് വരണം? 5 വരണം. എക്സ് ഈക്വൽ ടു മൈനസ് 3 വരണം. മൈനസ് 3 എടുക്കാൻ പറ്റുമോ? ഇല്ല. പൂർണ്ണ അതിസംഖ്യ പരിഹാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 5 മാത്രമാണ്. അപ്പൊ തുല്യഗണമായിട്ട് വരുന്നത് ഏതൊക്കെയാണ് നോക്കൂ. ഇയും ഇ ഈക്വൽ ടു സെറ്റ് 5 ആണ്. സി ഈക്വൽ ടു സെറ്റ് 5 ആണ്. അപ്പൊ എന്താണ് തുല്യഗണങ്ങളായി വരുന്നത്? സി ഈക്വൽ ടു ഇ. സിയും ഇയും തുല്യഗണമാണെന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ്? ഏതൊക്കെയാണ് തുല്യഗണങ്ങൾ? എക്സ് ഈക്വൽ ടു അലോയ് എന്ന വാക്കിലെ അക്ഷരങ്ങളുടെ ഗണം എങ്ങനെയാണ് എഴുതുക? സെറ്റ് എഴുതുക, എ എഴുതുക, എൽ എഴുതുക. പക്ഷെ സെറ്റ് ഞാൻ എഴുതുമ്പോൾ പറഞ്ഞു ഒരു ലെറ്റർ നമ്മൾക്ക് കൂടുതൽ പ്രാവശ്യം വരുന്നുണ്ട് വെച്ചെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ സെറ്റിന്റെ ഉള്ളിൽ എഴുതാൻ പാടുള്ളൂ എന്ന്. അപ്പൊ എൽ ഇനി എഴുതണോ? വേണ്ട. പിന്നെ ഒ വൈ. അപ്പൊ ഇങ്ങനെയാണ് ആദ്യത്തെ സെറ്റ്. പിന്നെ രണ്ടാമത്തെ സെറ്റ് എന്താണ്? ബി എന്ന് പറയുന്നത് ലോയൽ എന്ന വാക്കിലെ അക്ഷരങ്ങളുടെ ഗണം. അതായത് ബി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സെറ്റ് എൽ ഒ വൈ എ, എൽ ഒ വൈ എ. എൽ വീണ്ടും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? സെറ്റ് എക്സ് എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഇത് ബി ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും തുല്യമാണ് എന്ന് പറയാം. പിന്നെ അടുത്തതിൽ നോക്കൂ. സെറ്റ് ഓഫ് ഓൾ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു സെഡ്.
എൻ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ n എങ്ങനെയാണ് n പറയാ -2 -1 പിന്നെ എന്താണ് 0 വരും 1 വരും 2 വരും അല്ലെ, ഇത്രയല്ലേ വരിക. n സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വന്ന കാരണമാണ് ഈ +or-2 വന്നേക്കണേ. പിന്നെ എന്താ വരും, +or-1 വരും, പിന്നെ 0യും വരും. ഇനി ഈ സെറ്റ് നോക്കൂ, b ഈക്വൽ ടു, അതായത് ഇത് a ഈക്വൽ ടു, ഇനി b ഈക്വൽ ടു എന്താണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, റിയൽ നമ്പറിലുള്ളതാണ്. x² - 3x + 2 ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോ എന്താണ്, എക്സിന് എന്ത് വരും, കൂട്ടിയാൽ -3 വരണം, ഗുണിച്ചാൽ +2 വരണം. അപ്പൊ എന്തൊക്കെയാണ് വരിക, x - 1ഉം എന്ത് വരും, x - 2ഉം വരും അല്ലെ. -1 × -2 +2 ആയി, -1 + -2 -3 ആയി. അപ്പൊ ഏതൊക്കെയാണ് വരിക, x ഈക്വൽ ടു 1ഉം x ഈക്വൽ ടു 2ഉം 1ഉം 2ഉം. അപ്പൊ ഇത് തുല്യഗണമാണോ? അല്ല, എയിലും ബിയിലും വ്യത്യസ്ത അംഗങ്ങളാണ് ഉള്ളത്. 1ഉം 2ഉം മാത്രമേ സെയിം ഉള്ളൂ, ബാക്കി എല്ലാം ഡിഫറെന്റ് ആണ് അല്ലെ. -2 -1 0 ഇതിലില്ല. അപ്പൊ രണ്ടിലും ഒരേ അംഗങ്ങൾ ഉണ്ട് വെച്ചെങ്കിലാണ് നമുക്ക് തുല്യഗണം എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് തുല്യഗണമല്ല എന്ന് പറയാം. നെക്സ്റ്റ് നോക്കൂ, പരിമിത ഗണവും അനന്തഗണവും. പരിമിത ഗണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാവുന്നത്, അതിനെയാണ് പരിമിത ഗണം എന്ന് പറയുന്നത്. അതായത് ഒരു എലിമെന്റ്, എത്ര എലിമെന്റ് ആ സെറ്റിലുണ്ട്, ആ ഗണത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അതിനെ പരിമിത ഗണമെന്നും, സെറ്റില് എത്ര അംഗങ്ങളുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല വെച്ചെങ്കിൽ അതിന് അനന്തഗണം എന്ന് പറയും. അപ്പൊ ഒരു ഗണത്തിലെ അംഗങ്ങളുടെ എണ്ണം കൃത്യമായി പറയാൻ സാധിക്കുമെങ്കിൽ അത്തരം ഗണങ്ങളെ പരിമിത ഗണം എന്ന് പറയുന്നു. അപ്പൊ ശൂന്യഗണം പരിമിത ഗണമാണോ? ആണ്. ശൂന്യഗണത്തിലെ അംഗങ്ങളൊന്നും ഇല്ല എങ്കിലും ശൂന്യഗണം പരിമിത ഗണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ്, ഒരു ഗണത്തിലെ അംഗങ്ങളുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്താൻ ആകാത്ത വിധം അനന്തമാണെങ്കിൽ അത്തരം ഗണങ്ങളെ അനന്തഗണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇരട്ട സംഖ്യകളുടെ ഗണം. അപ്പൊ 2 4 0 2 4 6 എന്നിങ്ങനെ പോയിണ്ട് വെച്ചെങ്കിൽ നമുക്ക് എവിടെയാണ് അവസാനിക്കാന്ന് പറയാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അതിന് അനന്തഗണം എന്ന് പറയും. എന്നാൽ ഇരട്ട സംഖ്യകൾ, 10ന് താഴെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇത്ര എണ്ണാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിനെയാണ് പരിമിത ഗണം എന്ന് പറയാ. എന്നാൽ ഇരട്ട സംഖ്യകൾ മാത്രമാണ് പറഞ്ഞു വെച്ചെങ്കിൽ നമ്മൾക്ക് അനന്തമായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള ഗണങ്ങളെയാണ് അനന്തഗണം എന്ന് പറയുന്നത്. നമുക്ക് എണ്ണാൻ സാധിക്കുന്നത് പരിമിത ഗണവും എണ്ണാൻ സാധിക്കാത്തത് നമ്മൾ അനന്തഗണവും പറയുന്നു. നെക്സ്റ്റ് നോക്കൂ, ചുവടെ തന്നിരിക്കുന്ന ഗണങ്ങൾ അനന്തഗണമാണോ പരിമിത ഗണമാണോ എന്ന് പരിശോധിക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n, x - 1 x - 2 × x - 2 ഈക്വൽ ടു 0. അപ്പൊ ഇതിന്റെ സൊല്യൂഷനിൽ എന്ത് വരും, x ഈക്വൽ ടു 1ഉം x ഈക്വൽ ടു 2ഉം വരും. അപ്പൊ സെറ്റ് എങ്ങനെ എഴുതാ, സെറ്റ് 1 2 എന്ന് പറയാം. അപ്പൊ ഇതില് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഉവ്വ്, എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് എന്ത് ഗണമാണ്, പരിമിത ഗണമാണ്. പരിമിത ഗണം എന്ന് എഴുതാം. നെക്സ്റ്റ് നോക്കൂ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n, x² ഈക്വൽ ടു 4. അതായത് നാച്ചുറൽ നമ്പേഴ്സിലാണ്. അപ്പൊ x² ഈക്വൽ ടു 4 ആവുമ്പോ x ഈക്വൽ ടു +or-2 ആണ്. പക്ഷേ എന്നിലായോണ്ട് നമുക്ക് -2 എടുക്കാൻ പാടില്ല. കാരണം നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യ ആവുമ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രമാണ് എടുക്കുന്നത്. അപ്പൊ x ഈക്വൽ ടു 2 എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സെറ്റിൽ വരിക. അപ്പോൾ അത് എന്താണ്, പരിമിത ഗണം. നമുക്ക് പറയാൻ സാധിക്കും ഏതാണ് ഇതിലുള്ളത് എന്ന് അല്ലെ. അപ്പൊ അത് പരിമിത ഗണമാണ്. നെക്സ്റ്റ് നോക്കൂ, എക്സ് ബിലോങ്സ് ടു n, 2x - 1 ഈക്വൽ ടു 0. അപ്പൊ എന്താണ്, 2x ഈക്വൽ ടു 1 എന്ന് വന്നു, x ഈക്വൽ ടു 1/2 എന്ന് വന്നു. x ഈക്വൽ ടു 1/2 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ 1/2 നാച്ചുറൽ നമ്പർ അല്ല അല്ലെ, എണ്ണൽ സംഖ്യയല്ല. അപ്പൊ നമുക്ക് ഈ ഗണത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതില് ഒറ്റ അംഗങ്ങളുമില്ല. അപ്പൊ ഇതിന് എന്ത് പറയും, ശൂന്യഗണം എന്ന് പറയും. ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫൈ എന്ന് പറയാം. അപ്പൊ അതൊരു പരിമിത ഗണമാണ് അല്ലെ. ശൂന്യഗണം പരിമിത ഗണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n, എക്സ് ഒരു അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് വിഭജിക്കാൻ സാധിക്കാത്ത സംഖ്യകൾ, അതായത് പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7 അങ്ങനെ എവിടെയെങ്കിലും നിൽക്കോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് പറയാം? എക്സിട്ര ഇട്ടിട്ട് നമുക്ക് എന്ത് പറയാം? ഇത് അനന്തഗണമാണ് എന്ന് പറയാം അല്ലെ? ഇനി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ഒരു ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഒറ്റ സംഖ്യ 1, 3, 5, 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നിൽക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കോ? ഇല്ല. അപ്പൊ അത് അനന്തമായി പോവും. അതിനെ അനന്തഗണം എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പരിശീലന പ്രശ്നങ്ങൾ ചെയ്യാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശൂന്യഗണങ്ങൾ? 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒറ്റ സംഖ്യകളുടെ എണ്ണം. 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒറ്റ സംഖ്യകളുണ്ടോ? ഇല്ല. ഒറ്റ സംഖ്യകൾ ഒന്നും 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. അപ്പൊ സെറ്റിന്റെ ഉള്ളിൽ ഏതെങ്കിലും എലിമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെ എന്ത് പറയും? ശൂന്യഗണം എന്ന് പറയും. അപ്പൊ ശൂന്യഗണമാണ്. നെക്സ്റ്റ് നോക്കൂ, ഇരട്ട അഭാജ്യ സംഖ്യകളുടെ ഗണം. ഇരട്ട അഭാജ്യ സംഖ്യകൾ ഏതാണ്? ഇരട്ട അഭാജ്യ സംഖ്യകള്, അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യയേ ഉള്ളൂ, 2 മാത്രം. അപ്പൊ 2 ഉണ്ട്. അപ്പൊ ഇത് ശൂന്യഗണമാണോ? അല്ല, ഏകാംഗ ഗണമാണ്. നെക്സ്റ്റ് നോക്കൂ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു എണ്ണൽ സംഖ്യ, എക്സ് ലെസ് ദാൻ 5, എക്സ് ഗ്രേറ്റർ ദാൻ 7. 5-ന് താഴെയുള്ളതും 7-ന് മുകളിലുള്ളതുമായിട്ടുള്ള ഒരു എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് എന്താണ്? അതൊരു ശൂന്യഗണമാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ 2 സമാന്തര വരകൾക്ക് പൊതുവായ ബിന്ദു. 2 സമാന്തര വര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും മുട്ടില്ല, കൂട്ടിമുട്ടില്ല അല്ലെ? അങ്ങനെയുള്ളതാണ് സമാന്തര വര. അപ്പൊ അതിനുള്ള പൊതുവായ ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ശൂന്യഗണമാണ്. അപ്പൊ ഇതില് ഏതൊക്കെയാണ് ശൂന്യഗണം വന്നത്? ഒന്നാമത്തെ ശൂന്യഗണമാണ്. 2 കൊണ്ട് ഹരിക്കാവുന്ന ഒറ്റ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ശൂന്യഗണമാണ്. പിന്നെ മൂന്നാമത്തെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു എണ്ണൽ സംഖ്യ, എക്സ് ലെസ് ദാൻ 5, എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്നുള്ളതും എന്താണ്? ശൂന്യഗണമാണ്. പിന്നെ എന്താണ്? സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ 2 സമാന്തര വരകൾക്ക് പൊതുവായ ബിന്ദു എന്ന് പറയുന്നതും ഏതാണ്? ഒരു ശൂന്യഗണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് പരിമിത ഗണങ്ങൾ, ഏതൊക്കെയാണ് അനന്തഗണങ്ങൾ? പരിമിത ഗണം എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റണത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അനന്തഗണം എന്ന് പറഞ്ഞാലോ എത്ര എണ്ണേണ്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ളതാണ് അനന്തഗണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് നോക്കൂ, ഒരു വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം. നമുക്ക് മാസങ്ങളുടെ ഗണം എന്ന് പറയുന്നത്, ഒരു വർഷത്തിലെ മാസങ്ങളുടെ ഗണം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? അപ്പൊ ഇതെന്താണ്? പരിമിത ഗണമാണ്. ഇനി സെറ്റ് ഓഫ് ഓൾ 1, 2, 3 എക്സിട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് പറയാം? അനന്തഗണം എന്ന് പറയാം. ഇത് അനന്തഗണമാണ്. ഇത് എന്താണ്? പരിമിത ഗണമാണ്. ഇനി ഇത് നോക്കൂ, സെറ്റ് ഓഫ് ഓൾ 1, 2, 3 എക്സിട്ര 99, 100. ഇത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കും അല്ലെ? 100 എണ്ണം ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇത് എന്താണ്? പരിമിത ഗണമാണ് എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ്, 100-ൽ കൂടുതലായ പൂർണ്ണ അതിസംഖ്യകളുടെ ഗണം. 100-ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിൽ ആവാം അല്ലെ? അപ്പൊ അതിന് എത്ര എണ്ണാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കോ? ഇല്ല. അപ്പൊ ഇത് എന്താണ്? അനന്തഗണമാണ്. 99-ൽ കുറവായ അഭാജ്യ സംഖ്യകളുടെ ഗണം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും അല്ലെ? ഏതൊക്കെയാണെന്ന്. അപ്പൊ ഇതിനെ എന്ത് പറയും? നമ്മള് പരിമിത ഗണമാണ്. അതായത് പരിമിത ഗണം എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ്, അനന്തഗണം എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് സെറ്റ്. നെക്സ്റ്റ് പറയണത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് പരിമിത ഗണങ്ങൾ, ഏതെല്ലാമാണ് അനന്തഗണങ്ങൾ? ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് അക്ഷത്തിന് സമാന്തരമായ വരകളുടെ ഗണം. എക്സ് അക്ഷത്തിന് സമാന്തരമായി എത്ര, ഇപ്പോ എക്സ് ആക്സിസ് എങ്ങനെ വരയ്ക്കാം? എക്സും വൈയും ഇങ്ങനെ വരയ്ക്കാം, എക്സും വൈയും. ഈ എക്സ് ആക്സിസിന്
സമാന്തരമായിട്ട് വരകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം വരയ്ക്കാന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? അനന്തഗണമാണ്. അനന്തഗണം. ഇനി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ഗണം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതൊക്കെ അക്ഷരങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? എ തൊട്ട് സെറ്റ് വരെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ എന്താണ്? ഇതിന് പരിമിത ഗണം എന്ന് പറയാം. അപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ഗണം പരിമിത ഗണമാണ്, അതായത് ഫൈനൈറ്റ് ആണ്. നെക്സ്റ്റ് 5ന്റെ ഗുണിതങ്ങളുടെ ഗണം. 5ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 5, 10, 15 എവിടെയെങ്കിലും അവസാനിക്കോ? ഇല്ല. അപ്പൊ അതിനെ എന്ത് പറയാം? പരിമിത. ഇത് അനന്തഗണമാണ്, അനന്തമായി പോണതാണ്. അതായത് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ അതിനെ അനന്തഗണം എന്ന് പറയാം. അപ്പൊ ഇൻഫൈനൈറ്റ് അല്ലെ? ഇൻഫൈനൈറ്റ് ആണ്. നെക്സ്റ്റ് നോക്കൂ, ഭൂമിയിൽ വസിക്കുന്ന മൃഗങ്ങളുടെ ഗണം. ഭൂമിയിലെ ഏതൊക്കെ മൃഗങ്ങൾ വസിക്കുന്നുണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുമോ? ഭൂമിയിൽ വസിക്കുന്ന മൃഗങ്ങളുടെ ഗണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മൃഗത്തിനെ എടുത്തുണ്ടെച്ചെങ്കിൽ നമുക്ക് ഭൂമിയിലുണ്ടോ ഇല്ലേ എന്ന് കറക്റ്റായി നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? അപ്പൊ അതിനെ എന്ത് പറയാം? ഫൈനൈറ്റ്, അതായത് പരിമിത ഗണമാണ് എന്ന് പറയാം. ഇനി അടുത്തത് നോക്കൂ, 0, 0 എന്ന ബിന്ദുവിൽ കൂടി 0, 0, അതായത് കോർഡിനേറ്റ് ജോമെട്രിയിലുള്ളതാണ്. അപ്പൊ ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന വൃത്തങ്ങളുടെ ഗണം, അതായത് ഇവിടുന്ന് ഇത് കൂടെ കടന്നു പോകുന്ന എത്ര വൃത്തം വരയ്ക്കാൻ പറ്റുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അത് ഏത് ഗണമാണ്? അനന്ത ഗണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന ഗണങ്ങളിൽ എ ബി തുല്യമാണോ എന്ന് പരിശോധിക്കുക. എ എന്താണ് തന്നിരിക്കുന്നത്? എ ബി സി ഡി എന്നുള്ളതാണ്. ബി എന്താണ്? ഡി സി ബി എ. ഇതിലുള്ള അംഗങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് അല്ലെ? ഡി എടുത്ത ഇതിലുണ്ട്, സി എടുത്ത ഇതിലുണ്ട്, ബി എടുത്ത ഇതിലുണ്ട്, എ എടുത്ത ഇതിലുണ്ട്. അപ്പൊ എ ഈക്വൽ ടു ബി എന്ന് പറയാൻ സാധിക്കില്ലേ? ഉവ്വ്. അപ്പൊ ഇതില് വേറൊരു അംഗവും ഇല്ല അല്ലെ? എയിലും ബിയിലും തുല്യ അംഗങ്ങളാണ്, ഒരേ അംഗങ്ങളാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതിന് തുല്യമാണ്, എ ഈക്വൽ ടു ബി ആണ് എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എ ഈക്വൽ ടു 4, 8, 12, 16. 8, 4, 16, 18. അപ്പൊ നോക്കൂ, 4, 8, 16. 4, 8, 16 ഇവിടെയുണ്ട് അല്ലെ? 4, 8, 16 ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ 12 ആണ്, ഇവിടെ 18 ആണ്. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കോ? ഇല്ല. എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതാം. എ നോട്ട് ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ബി അല്ലെങ്കിൽ എ നോട്ട് ഈക്വൽ ടു ബി എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണത്. ഈ ഈക്വൽ ടു ഇട്ടിട്ട് ഒരു വെട്ട്, അത് അങ്ങനെയാണ് നോട്ട് ഈക്വൽ ടു എന്ന് പറയണത്. അപ്പൊ എയും ബിയും തുല്യമാണോ? അല്ല. കാരണം ഇവിടെ 12 ഉണ്ട്, ഇവിടെ 18 ആണ്. അപ്പൊ നമുക്ക് ഇത് എ നോട്ട് ഈക്വൽ ടു ബി എന്നാണ് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 2, 4, 6, 8, 10. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു ഇരട്ട അതിസംഖ്യ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇരട്ട അതിസംഖ്യ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? അതായത് ഇരട്ട അതിസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ 2, 4, 6, 8, 10 ഇതാണ് വരിക അല്ലെ? അതിസംഖ്യ ആവുകൊണ്ട് നമുക്ക് 0 കൂട്ടാൻ പാടില്ല. 2, 4, 6, 8, 10 ആണ് വരിക. എയിലും 2, 4, 6, 8, 10 ആണ്. അപ്പൊ നമുക്ക് ഇത് എന്ത് പറയാം? ഇത് ഈക്വൽ ആണ് എന്ന് പറയാം. അടുത്തത് നോക്കൂ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് 10ന്റെ ഗുണിതം 10ന്റെ ഗുണിതം ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 10, 15, 20. അങ്ങനെ ആവുമ്പോ 10ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ 10, 20, 30 അങ്ങനെയാണ് വരിക അല്ലെ? ഇവിടെ 15 ഉണ്ട്, 25 ഉണ്ട്, അതൊന്നും ഇതിലില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം?
എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാം നാലാമത്തെ കേസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്ന ഗണങ്ങൾ തുല്യമാണോ? കാരണം എഴുതുക. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 2 3, b equal to set of all x such that x square plus 5x plus 6 equal to 0. അപ്പൊ ഇതിന് എന്തൊക്കെ വരാ നോക്കൂ. +5 നമുക്ക് കൂട്ടിയാ വരണം, +6 ഗുണിച്ചാ വരണം. ഏതൊക്കെയാണ്? x plus 3 into x plus 2 അല്ലെ. അപ്പൊ x equal to എന്ത് വരും? -3 -2 എന്നാണ് വരിക. അപ്പൊ ഇതില് 2ഉം 3ഉം ആണ്. ബിയിൽ വരുന്നത് -3ഉം -2ഉം ആണ്. അപ്പൊ സെയിം ആണോ? അല്ല. അപ്പൊ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് നോക്കാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഫോളോ എന്ന വാക്കിലെ ഒരു അക്ഷരമാണ് എക്സ്. അപ്പൊ എ എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു FOL, ഒരു പ്രാവശ്യം എൽ എഴുതണ്ടോ അല്ലെ. പിന്നെ ഒ എഴുതേണ്ട ആവശ്യമില്ല, ഒ ഇവിടെ എഴുതിയിട്ടുണ്ട്. W എഴുതണം. ഇനി അടുത്തത് നോക്കൂ. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് വുൾഫ് എന്ന വാക്കിലെ ഒരു അക്ഷരമാണ് എക്സ്. അപ്പൊ W പിന്നെ OLF അല്ലെ. ഇത് തന്നെയാണ് ഇതും. അപ്പൊ എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് തുല്യഗണങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. എങ്ങനെയാണ് തുല്യഗണങ്ങൾ എഴുതാൻ പറ്റുക? നോക്കൂ. ഇവിടെ 1 2 3 4 ബിയും ഡിയും സെയിം ആണ് അല്ലെ. ബി ഈക്വൽ ടു ഡി എന്ന് എഴുതാൻ സാധിക്കും. പിന്നെ എന്താണ് നോക്കൂ. പിന്നെ ഉണ്ടോ നോക്കൂ. ഇയും പിന്നെ എന്താണ് 1ഉം -1ഉം വരുന്നത് ജിയും. അപ്പൊ ഇ ഈക്വൽ ടു ജി എന്നും നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും ഇനിയും കൂടുതൽ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.